അസ്സലാമലൈക്കും. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ച് തരുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പത്തിരിയാണ് ഉണ്ടാക്കി കാണിച്ച് തരുന്നത്. അത് ചൂടായി വന്നിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കാം. നേരത്തെ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മഞ്ഞ നിറമായി വന്നിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതീയിൽ മഞ്ഞ നിറം മാത്രമായാൽ മതി. ചെറുതീ ഒന്ന് ചൂടാക്കി എടുക്കാം. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചത്. ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അത് മഞ്ഞ നിറമായി വന്നിട്ടുണ്ട്. നേരത്തെ വഴറ്റി വെച്ച നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ വഴറ്റി വെച്ചതാണല്ലോ, അപ്പോൾ അത് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ചെറുതാക്കി മുറിച്ച് വെച്ച ഈത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിനുള്ള അതിൻ്റെ കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. ഞാൻ ദോശ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചെടുക്കുന്നത്. അതൊന്ന് കുഴച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അത് റെഡിയായി, ആ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ 3 ദോശയാണ് ഉണ്ടാക്കുന്നത്. 3 ദോശ കിട്ടിയിട്ടുണ്ട്, ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരത്തെ ഉണ്ടാക്കി വെച്ച ദോശ അതിനൊന്ന് മുക്കിയിട്ട് വരാം. അപ്പോൾ അത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ആ നെയ്യിൽ വെച്ചൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഓരോ എയറായിട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. അപ്പോൾ പഴംപത്തിരി റെഡി.